എന്റെ 31 വലിയ ടയർ ഇട്ടിട്ടും എന്റെ ടയർ എന്റെ വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് കാണിക്കുന്നില്ല എന്നും പറഞ്ഞൊരു പരാതി ഇന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. ഇതാണ് നമ്മളെ വണ്ടിയുടെ ആകെ മൊത്തമുള്ള അലങ്കോലമായി ചെളി അടിച്ച് കിടക്കുന്ന രൂപം. മാക്സിസ് 31 ഇട്ടിട്ട് പുറത്തോട്ട് തെള്ളി നിൽക്കുന്നില്ല എന്ന് പരാതിയുള്ള ആളുകൾക്ക് ഇതാണ്ട് അപ്പോൾ ഇത്രേ പുറത്തോട്ട് നിൽക്കൂ. 31 8J സ്റ്റീൽ റിം ഇട്ട ഇത്രയാണ് പുറത്തോട്ട് തെളിയിക്കുന്നത്. ബോഡിയുടെ ലെവലിൽ നിന്ന് ഇതാ ഇത്രയാണ് പുറത്തോട്ട് നിൽക്കുന്നത്. ഇത്രയും പുറത്ത് നിൽക്കാൻ വേണ്ടി കുറെ പേര് 31 ഇട്ടു, എന്നിട്ട് സ്റ്റീൽ റിം ഇട്ടു, എന്നിട്ടും പുറത്തോട്ട് തെള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരു സൈഡ് സ്റ്റെപ്പ് ഇവിടെ കാണും. ഈ സൈഡ് സ്റ്റെപ്പ് ഇത്രയും മറഞ്ഞ് ഇവിടം വരെ മറഞ്ഞിരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടയർ പുറത്തേക്ക് തെള്ളി നിൽക്കില്ല. അതുകൊണ്ടാണ് പലർക്കും 31 ഇട്ടിട്ടും 8J റിം ഇട്ടിട്ടും പുറത്തേക്ക് തെള്ളി നിൽക്കാത്തത്. കുറെ പേരെടുത്ത് ചോദിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായി ഇതാണ് സംഭവം. ടയറും വീലാർച്ചും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് നമുക്ക് അവിടെ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ സാധനം അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ വണ്ടിയുടെ തല ഇങ്ങനെ പൊങ്ങും. തല പൊങ്ങുന്നതനുസരിച്ച് ബാക്കും നമ്മൾ ഒരേ ലെവലിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും, ഭീകരമായ ഒരു ലുക്ക് കിട്ടും. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കിയും കണ്ടോ അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പാട്ടിന് പോവും. ഫ്രണ്ടിലത്തെ ആക്ഷൻ കറക്റ്റ് ആവത്തില്ല. ഷോക്ക് അബ്സോർബറിനെ ഇങ്ങനെ വലിച്ചു നീട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കറക്റ്റ് ആവത്തില്ല. നമുക്ക് ബാക്കിൽ സ്പേസർ ഇട്ടുകൊണ്ട് എന്തെങ്കിലും ബുഷ് വെച്ചുകൊണ്ട് വണ്ടി പൊക്കി നിർത്തിക്കൂടെ? ബുഷ് പൊക്കി നിർത്തുമ്പോൾ ചട്ടപ്പുറത്ത് വെച്ച് ഓടിക്കുന്ന പോലെ ഇരിക്കും. കംഫർട്ട് ഭയങ്കരമായിട്ട് കുറയും.